അങ്ങനെ പോലീസ് ഏകപക്ഷീയമായിട്ട് എങ്ങനെ വരും? രണ്ടുപേരും ജാഥ നടത്തി ഒരു കല്യാണം ഉണ്ടായ പിന്നെ പോലീസ് എന്ത് ചെയ്യും? പോലീസ് നിഷ്പക്ഷമായിട്ടേ പെരുമാറുള്ളൂ. പോലീസ് അങ്ങനെ ഏകപക്ഷീയമായിട്ടൊന്നും പെരുമാറില്ല. നമ്മൾ വിചാരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് എല്ലാവരും അത് SFI ആണെങ്കിലും KSU ആണെങ്കിലും എല്ലാവരും സംയമനം പാലിക്കണം. ആ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. രാത്രി മുഴുവൻ അത് സംഘർഷം കാരണം ആളുകൾക്ക് പോകാൻ പറ്റില്ല. എത്ര പേര് എന്നെ ഫോണിൽ വിളിച്ചു, സാർ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതുകൂടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ല, അതിനെപ്പറ്റി ഗവൺമെന്റ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതിന് ക്യാബിനറ്റ് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചില കേസുകൾ ചിലപ്പം കോടതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ കോടതി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. ചെയ്യാൻ പറ്റുന്ന കേസുകൾ എന്താണെന്നുള്ളത് പരിശോധിക്കും. ഇല്ല, അത് പരിശോധിക്കും. ഏതെല്ലാം കേസുകളാണ് നമുക്ക് റെഫർ അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതെന്നുള്ളത് പരിശോധിക്കും. അതും നമുക്ക് പരിശോധിക്കും. അപ്പോ അവർക്കും അറിയാതിരിക്കാം എത്രത്തോളം ഉദ്യോഗസ്ഥരുടെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ. ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് പ്രധാനപ്പെട്ട തസ്തികകളിലെ ആളുകളെ വെക്കുമ്പോൾ വിജിലൻസിന്റെ ഒരു ക്ലിയറൻസ് വാങ്ങിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിൽ നടന്ന മറ്റേ ഇതില്ലേ, രക്ഷാപ്രവർത്തനത്തിന്റെ SITയുടെ റിപ്പോർട്ട് DGPക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് DGP എന്നോട് പറഞ്ഞു. അപ്പം അത് ഇന്നലെ രാത്രി ലഭിച്ചു എന്ന് എന്നോട് ഇൻഫോം ചെയ്യുകയുണ്ടായി, അറിയിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് DGP ആണ്. കാരണം ഇത് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു SIT രൂപീകരിക്കാനാണ് പോലീസ് മുന്നോട്ട് വന്നത്. 2 വർഷമായിട്ട് SIT രൂപീകരിച്ചില്ല. ക്യാബിനറ്റ് അന്നേരം പറഞ്ഞു SIT രൂപീകരിക്കണം. അങ്ങനെ SIT രൂപീകരിച്ചു. ആ SIT അന്വേഷിച്ച ശേഷം റിപ്പോർട്ട് ഇന്നലെ DGPക്ക് കൊടുത്തു. ആ റിപ്പോർട്ട് DGP പഠിച്ച ശേഷം തീരുമാനമെടുക്കും. അത് ഞാൻ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കണം എന്താണെന്നുള്ളത്. അനാവശ്യമായി അങ്ങനെ സുമേഷ് നാഥു അല്ലേ, സുജിത്തിന്റെ മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. ഏതായാലും ഇപ്പൊ അതിന്റെ അന്വേഷിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്താ അതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ